ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒരു മോക്ക് ടെസ്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കറിയാം, ഒരു എക്സാമാണ്. നമ്മൾ കുറേ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയാൽ മാത്രമേ എക്സാം നന്നായി അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് തന്നെ ഒരു വിശ്വാസം വരും. ഓരോ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ നമുക്ക് ഓരോരോ പുതിയ കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സഡൻ ഡെത്ത് എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സഡൻ ഡെത്ത് എന്ന പദം ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സിംഗ്, ഫെൻസിങ്, ഫുട്ബോൾ, ഹോക്കി. അപ്പോൾ ഏതുമായിട്ടാണ് സഡൻ ഡെത്ത് എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത്? ഫുട്ബോളുമായിട്ടാണ്. എന്തുമായിട്ടാണ്? ഫുട്ബോളുമായിട്ടാണ് സഡൻ ഡെത്ത് എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്തത്, SK പൊറ്റേക്കാടുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിക്കുന്നത്. 1939 ത്രിപുരി കോൺഗ്രസിൽ പങ്കെടുക്കാൻ അധ്യാപക ജോലി ഉപേക്ഷിച്ചു. 1939 ത്രിപുരി കോൺഗ്രസിൽ പങ്കെടുക്കാൻ അധ്യാപക ജോലി ഉപേക്ഷിച്ചു. 1949 ആദ്യത്തെ വിദേശയാത്ര നടത്തി. 1980 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. തലശ്ശേരി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് 2 തവണ വിജയിച്ചു. അപ്പോൾ ഇതിൽ തെറ്റായതാണ് ചോദിക്കുന്നത്. ശരിയല്ലാത്ത പ്രസ്താവനയാണ്. ശരിയെന്ന് കണ്ടിട്ട് ശരിയായത് ടിക്കരുത്. ശരിയല്ലാത്ത പ്രസ്താവന, അതായത് തെറ്റായത്. 1939 ത്രിപുരി കോൺഗ്രസിൽ പങ്കെടുക്കാൻ അധ്യാപക ജോലി ഉപേക്ഷിച്ചു. അത് ശരിയാണ്. 1949 ആദ്യത്തെ വിദേശയാത്ര നടത്തി. അതും ശരിയാണ്. 1980 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. അപ്പോൾ എപ്പോഴാണ് ജ്ഞാനപീഠം ലഭിച്ചത്? 1980. ഡി, തലശ്ശേരി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് 2 തവണ വിജയിച്ചു. അത് തെറ്റാണ്. എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യത്തെ തവണ അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്തത്. 2ാമത്തെ തവണയാണ് അദ്ദേഹം തലശ്ശേരി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. തെറ്റായ പ്രസ്താവന ഏതാണ്? ഡി ആണ്. തലശ്ശേരി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് 2 തവണ വിജയിച്ചു എന്നത് തെറ്റാണ്. അടുത്തത്, കേരളത്തിലെ അന്തർദേശീയ ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുന്ന സ്ഥാപനം ഏതാണ്? എ, ചിത്രാഞ്ജലി സ്റ്റുഡിയോ, ബി, KSFDC, സി, ചലച്ചിത്ര അക്കാദമി, ഡി, സംഗീത നാടക അക്കാദമി. അപ്പോൾ ഏതാണ് വരിക? സി, ചലച്ചിത്ര അക്കാദമിയാണ് അന്തർദേശീയ ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുന്നത്. എവിടെ? കേരളത്തിൽ സംഘടിപ്പിക്കുന്ന സ്ഥാപനം ഏതാണ്? ചലച്ചിത്ര അക്കാദമിയാണ്. ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്താണ് കേരളത്തിൽ ആദ്യമായി ഒരു പത്രം നിരോധിക്കപ്പെട്ടത്? മാർത്താണ്ഡവർമ്മ, സ്വാതി തിരുനാൾ, ആയില്യം തിരുനാൾ, ധർമ്മരാജ. ആരുടെ കാലത്തായിരുന്നു? ആയില്യം തിരുനാളുടെ കാലത്താണ്. ആരുടെ കാലത്താണ്? ആയില്യം തിരുനാളുടെ കാലത്താണ് കേരളത്തിൽ ആദ്യമായി ഒരു പത്രം നിരോധിക്കപ്പെട്ടത്. കേരളത്തിൽ ആദ്യമായി ഒരു പത്രം നിരോധിച്ചത് ആയില്യം തിരുനാളുടെ കാലത്താണ്. എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും പ്രത്യേക വനിതാ വെൽനസ് ക്ലിനിക് സജ്ജമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്, കേരളം, ഹരിയാന, ഗോവ. അല്ല, ആൻസർ വരുന്നത് കേരളമാണ്. ഹരിയാനയല്ല, കേരളമാണ് ആൻസർ. എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും പ്രത്യേക വനിതാ വെൽനസ് ക്ലിനിക് സജ്ജമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇതിൽ ഓപ്ഷൻ എഴുതിയത് തെറ്റാണ്. ഓക്കെ. 1999 നാഷണൽ ട്രസ്റ്റ് ആക്ടിന് കീഴിലുള്ള ഭിന്നശേഷിക്കാർക്കായുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? എ, നിരാമയ പദ്ധതി, ബി, സാന്ത്വനം പദ്ധതി, സി, സ്നേഹയാനം പദ്ധതി, ഡി, അതിജീവനം പദ്ധതി. അതിൽ ഏകദേശം നിരാമയ, സാന്ത്വനം, സ്നേഹയാനമൊക്കെ ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം പദ്ധതി പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഈ 1999 നാഷണൽ ട്രസ്റ്റ് ആക്ടിന് കീഴിലുള്ള ഭിന്നശേഷിക്കാർക്കായുള്ള ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? നിരാമയ പദ്ധതിയാണ്. ഇൻഷുറൻസ് പദ്ധതിയാണ് ചോദിച്ചിരിക്കുന്നത്. അത് നിരാമയ പദ്ധതിയാണ്. അടുത്തത്, ഗണന ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ഗണന ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ്? എ, ഛത്തീസ്ഗഡ്, ബി, ജാർഖണ്ഡ്, സി, കർണാടക,
ഡി ആന്ധ്രാപ്രദേശ്. ആൻസർ ബി ജാർഖണ്ഡാണ്. ജാർഖണ്ഡാണ് ഖനന ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന ആദ്യ സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം എന്താണ് ഉണ്ടാവുക? പ്രതലബലത്തിൽ എന്താ ഉണ്ടാവുക? എ കൂടും, ബി കുറയും, സി മാറ്റം സംഭവിക്കുന്നില്ല, ഡി ആദ്യം കൂടുകയും പിന്നെ കുറയുകയും ചെയ്യും. അപ്പോൾ എന്താണ് ആൻസർ? കുറയും എന്നതാണ്. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം എന്ത് ചെയ്യും? കുറയും. നമ്മൾ പ്രതലബലത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരു പാട പോലെ ജലത്തിൻ്റെ മേൽഭാഗം നിൽക്കുമ്പോൾ അതിൽ കൂടെ ഈ ചെറു പ്രാണികൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ പഠിച്ചത്? പ്രതലബലം കൊണ്ടാണ് എന്ന് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? റവന്യൂ ബോർഡ് രൂപീകരിച്ചത് ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ്? സർ ജോർജ് ബോർലോ, ബി മിൻറ്റോ പ്രഭു, സി ആംഹേഴ്സ്റ്റ് പ്രഭു, ഡി വാറൻ ഹേസ്റ്റിങ്സ്. അപ്പോൾ ആരുടെ കാലത്താണ്? റവന്യൂ ബോർഡ് വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്താണ്. റവന്യൂ ബോർഡ് ആരുടെ കാലത്താണ്? വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്താണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു റവന്യൂ ബോർഡ് രൂപീകരിച്ചത് വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതുപോലെ ചെയ്തതാണ് എന്തൊക്കെയാണ്? ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയതും വാറൻ ഹേസ്റ്റിങ്സ് ആണ്. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ജനറലും വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അതുപോലെ നമ്മൾ പറഞ്ഞു റവന്യൂ ബോർഡ് രൂപീകരിച്ചത്, ഒന്നുകൂടെ നോക്കിക്കോളെ, റവന്യൂ ബോർഡ് രൂപീകരിച്ചത്, കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ചത്, റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്, ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയത് എന്നിവയെല്ലാം വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്താണ്. 1773 റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ച് നിയമിതനായ ആദ്യ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ് എന്ന് പറയുന്നത്. ഇംപീച്ച്മെൻറ്റിന് വിധേയനായ ആദ്യ ഗവർണർ ജനറലും കൂടിയാണ് ഇദ്ദേഹം. അപ്പോൾ അത് മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ മാനക രേഖാംശം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? ഇന്ത്യയിൽ മാനക രേഖാംശം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? എ 68 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം, ബി 68 ഡിഗ്രി 30 മിനിറ്റ് പശ്ചിമ രേഖാംശം, സി 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം, ഡി 82 ഡിഗ്രി 30 മിനിറ്റ് പശ്ചിമ രേഖാംശം. അപ്പോൾ ആൻസർ എന്താണ്? ഇന്ത്യയിൽ മാനക രേഖാംശം കണക്കാക്കുന്നത് 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശമാണ്. എന്താണ്? 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തൂവൽ പന്തികൾ എന്നറിയപ്പെടുന്ന കൂട്ടായ്മ സ്ഥാപിച്ചത് ആരാണ്? തൂവൽ പന്തികൾ. എ വൈകുണ്ഠസ്വാമി, ബി ചട്ടമ്പി സ്വാമികൾ, സി തൈക്കാട് അയ്യ, ഡി ബ്രഹ്മാനന്ദ ശിവയോഗി. അപ്പോൾ ആരാണ് സ്ഥാപിച്ചത്? തൂവൽ പന്തികൾ എന്നറിയപ്പെടുന്ന കൂട്ടായ്മ സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. സെറിബ്രത്തിനു പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? എ ഹൈപ്പോതലാമസ്, ബി സെറിബെല്ലം, സി തലാമസ്, ബി മെഡുല്ല ഒബ്ലോങ്ങേറ്റ. അപ്പോൾ ആൻസർ എന്താണ്? ബി സെറിബെല്ലമാണ് സെറിബ്രത്തിനു പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന ഭാഗം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനം ആക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏത്? അനുയാത്ര, ആർദ്രം, സുഹൃതം, താലോലം. അപ്പോൾ ഏതാണ് കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? അനുയാത്രയാണ്. ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്ത ഏതാണ്? എ കാർബൺ ഡൈ ഓക്സൈഡ്, ബി മീഥേൻ, സി നൈട്രജൻ, ഡി ഓസോൺ. അപ്പോൾ ഏതാണ് ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത്? സി നൈട്രജൻ ആണ് ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത്. 16ാമത്തെ ഗ്രൂപ്പിൽ
ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏതാണ്? എ ക്ലോറിൻ, ബി ഓക്സിജൻ, സി ഫ്ലോറിൻ, ഡി സൾഫർ. ആൻസർ എന്താണ്? ബി ഓക്സിജൻ ആണ്. ഓക്സിജൻ ആണ് അല്ലേ 16ാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങളിലുള്ളത്. അപ്പോൾ 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഓക്സിജൻ ആണ്. കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്ന നാട് ഏതാണ്? ഓപ്ഷൻ എ വയനാട്, ബി ഇടുക്കി, സി പാലക്കാട്, ഡി കോഴിക്കോട്. ആൻസർ സി പാലക്കാടാണ് കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്നത്. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ്? ഖരാവസ്ഥ, ദ്രാവകാവസ്ഥ, വാതകാവസ്ഥ, പ്ലാസ്മാവസ്ഥ. അപ്പോൾ അതിലേതാ വരുന്നത്? പ്ലാസ്മാവസ്ഥയാണ് വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ. അടുത്ത ക്വസ്റ്റ്യൻ, ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിൻ്റെ രണ്ട് ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ ന്യൂട്ടൺ, ബി ഐൻസ്റ്റീൻ, സി ഫാരഡെ, ഡി റൂദർഫോർഡ്. അതിൻ്റെ ആൻസർ വരുന്നത് ഐൻസ്റ്റീൻ ആണ്. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിൻ്റെ രണ്ട് ഭിന്നക രൂപങ്ങൾ മാത്രമാണ് എന്ന് സമർത്ഥിച്ചത്. എന്താണ്? ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിൻ്റെ രണ്ട് ഭിന്നക രൂപങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞത് ഐൻസ്റ്റീൻ ആണ്. എന്തിൻ്റെ ലഭ്യതയാണ് മൗലികാവകാശങ്ങളുടെ ഗണത്തിൽ പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ഓപ്ഷൻ എ ഇൻ്റർനെറ്റ് ലഭ്യത, ബി സ്വത്തവകാശം, സി എല്ലാവർക്കും പെൻഷൻ ലഭിക്കുന്നതിനുള്ള അവകാശം, ഡി ഇവയൊന്നുമല്ല. നമുക്ക് അതിന് ആൻസർ അറിയാം അല്ലേ? എന്താണ്? ഇൻ്റർനെറ്റ് ലഭ്യതയാണ് 2020 ജനുവരിയിൽ സുപ്രീം കോടതി എന്ത് പറഞ്ഞത്? മൗലികാവകാശങ്ങളുടെ ഗണത്തിൽ പെടും എന്ന് പറഞ്ഞത്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ഏത്? എ പശ്ചിമഘട്ടം, ബി ആരവല്ലി, സി പൂർവഘട്ടം, ഡി ഹിമാലയം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ആരവല്ലി പർവ്വതമാണ്. ഏതാണ്? ആരവല്ലി പർവ്വതമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം എന്ന് പറയുന്നത് ആരവല്ലി പർവ്വതമാണ്. ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശം അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ നീർത്തടം, ബി നദീതടം, സി വൃഷ്ടിപ്രദേശം, ഡി ജലവിഭാജകം. അതിന് ആൻസർ സി വൃഷ്ടിപ്രദേശമാണ്. ഒരു നദിയിലേക്ക് ജലം എത്തുന്ന നിശ്ചിത പ്രദേശത്തെ പറയുന്നത്. ഒരു നദിയിലേക്ക് ജലം എത്തുന്ന നിശ്ചിത പ്രദേശത്തെ പറയുന്നത് എന്താണ്? വൃഷ്ടിപ്രദേശം എന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശമാണ് വൃഷ്ടിപ്രദേശം. വലിയ നദികളുടെ വൃഷ്ടിപ്രദേശത്തെയാണ് നദീതടങ്ങൾ എന്ന് പറയുന്നത്. വലിയ നദികളുടെ വൃഷ്ടിപ്രദേശം നദീതടം. ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്നൊഴുകുന്ന മുഴുവൻ പ്രദേശം അറിയപ്പെടുന്നതാണ് നീർത്തടം. ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്നൊഴുകുന്ന മുഴുവൻ പ്രദേശത്തെയാണ് നീർത്തടം എന്ന് പറയുന്നത്. അപ്പോൾ ജലവിഭാജകം പറഞ്ഞാൽ എന്താണ്? ഒരു നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തിയാണ് ജലവിഭാജകം. അപ്പോൾ മനസ്സിലായല്ലോ? വൃഷ്ടി എന്ന് പറഞ്ഞാൽ ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശം. നദീതടം എന്ന് പറഞ്ഞാൽ വലിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ. നീർത്തടം എന്ന് പറഞ്ഞാൽ ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്ന് ഒഴുകുന്ന മുഴുവൻ പ്രദേശം. ജലവിഭാജകം എന്ന് പറഞ്ഞാൽ ഒരു നീർത്തടത്തെ മറ്റൊരു നീർത്തടത്തിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തി. ഓക്കെ, അടുത്തത് വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? എ രവീന്ദ്രനാഥ ടാഗോർ, ബി സുധീന്ദ്രനാഥ ദത്ത, സി രാജാറാം മോഹൻ റായ്, ഡി സ്വാമി ദയാനന്ദ സരസ്വതി. ആൻസർ സി രാജാറാം മോഹൻ റായ് ആണ് വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ചത്. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാനുള്ള അധികാരമുള്ളത് ആർക്കാണ്? പ്രധാനമന്ത്രി, രാഷ്ട്രപതി, ലോക്സഭാ സ്പീക്കർ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ആർക്കാണ്? നമുക്കറിയാലേ, രാഷ്ട്രപതിക്കാണ് അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാനുള്ള അധികാരമുള്ളത്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നവർ ഇത് എപ്പോഴാണ്? ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എ 1993 സെപ്റ്റംബർ 28, ബി 1993 സെപ്റ്റംബർ 13,
സി 1993 ഒക്ടോബർ 30, ഡി 1993 ഒക്ടോബർ 13. ആൻസർ എന്താണ്? 1993 സെപ്റ്റംബർ 28-നാണ് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്, ഇപ്പോഴത്തെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആരാണെന്നാണ് ചോദിക്കുന്നത്. എ ജഗദീപ് ധൻകർ, ബി വെങ്കയ്യ നായിഡു, സി സി പി രാധാകൃഷ്ണൻ, ഡി രാജേന്ദ്ര അർലേക്കർ. അപ്പോൾ ആരാണ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്? നമുക്കറിയാം, ജഗദീപ് ധൻകറും വെങ്കയ്യ നായിഡും സി പി രാധാകൃഷ്ണനൊക്കെ വൈസ് പ്രസിഡന്റ് തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് വന്നിട്ട് സി പി രാധാകൃഷ്ണനാണ്. ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻകർ സ്ഥാനമൊഴിഞ്ഞു. ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് സി പി രാധാകൃഷ്ണനാണ്. അപ്പോൾ രാജേന്ദ്ര അർലേക്കർ ആരാണ്? നമ്മുടെ കേരളത്തിലെ ഗവർണറാണ് രാജേന്ദ്ര അർലേക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, മലബാറിലെ വിദ്യാഭ്യാസ വ്യാവസായിക പുരോഗതിക്ക് നേതൃത്വം നൽകിയ മിഷണറി സംഘടന ഏതാണ്? ഓപ്ഷൻ എ LMS, ബി BEM, സി CMS, ഡി ഈശോ സഭ. അപ്പോൾ എവിടുത്തെ ചോദിച്ചിരിക്കുന്നു പറഞ്ഞാൽ മലബാറിലെയാണ്. അപ്പോൾ അവിടെ വരുന്നത് BEM ആണ്. മലബാറിലെ വിദ്യാഭ്യാസ വ്യാവസായിക പുരോഗതിക്ക് നേതൃത്വം നൽകിയ മിഷണറി സംഘടന. ഒന്നാം കേരള മന്ത്രിസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 13, 11, 12, 15. ഇവയിൽ ഏതാണ് ഒന്നാം കേരള മന്ത്രിസഭയുടെ അംഗങ്ങളുടെ എണ്ണം വരുന്നത്? 11 ആണ്. ജവാൻ ഓഫ് ആർക്ക് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് വിപ്ലവവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇത് നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ശതവത്സര യുദ്ധം. അപ്പോൾ ഏതുമായിട്ടാണ് ഈ ജവാൻ ഓഫ് ആർക്ക് ബന്ധപ്പെട്ടിരിക്കുന്നത്? ശതവത്സര യുദ്ധവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ജപ്പാൻ കറൻസി അറിയപ്പെടുന്നത് ഏത് പേരിൽ? ജപ്പാൻ കറൻസി അറിയപ്പെടുന്ന ഏത് പേരിലാണ്? ഓപ്ഷൻ എ യുവാൻ, ബി യെൻ, സി ഡോളർ, ഡി പൗണ്ട്. അപ്പോൾ ആൻസർ വരുന്നത് യെൻ എന്നാണ്. ആൻസർ എന്താ വരുന്നത്? യെൻ എന്നാണ് അറിയപ്പെടുന്നത്. ജപ്പാൻ കറൻസി അറിയപ്പെടുന്ന ഏത് പേരിലാണ്? യെൻ എന്ന പേരിലാണ്. ആൽപ്സ് പർവ്വതനിര കടന്ന് തെക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന പ്രാദേശിക വാദം ഏതാണ്? എ ഫോൻ, ബി ചിനൂക്ക്, സി ഹർമാറ്റൻ, ഡി ലൂ. ആൻസർ എ പൊന്നാണ്. എന്ത്? ആൽപ്സ് പർവ്വതനിര കടന്ന് തെക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന പ്രാദേശികവാദം. നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ ഓരോ പ്രാദേശികവാദവും അത് ഏത് ഭാഗത്തുനിന്ന് എവിടേക്ക് വീശുന്നു എന്നതും അതുപോലെ ഇന്ത്യയിലെ പ്രാദേശികവാദത്തെക്കുറിച്ചിട്ടും ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. ഞാനതിൽ എക്സാമിന് പെട്ടെന്ന് പഠിക്കാനെന്ന രീതിയിൽ ഒരുവിധം ഇമ്പോർട്ടൻ്റ് ആയ പ്രാദേശികവാദങ്ങളും അവ വീശുന്ന ഭാഗവുമെല്ലാം ഏത് ഭാഗത്തേക്കാണ് വീശുന്നു എന്നെല്ലാം ക്ലാസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫെറൽ നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫെറൽ നിയമം എന്തുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ അന്തരീക്ഷ പാളിയിലെ ഊഷ്മാവ് വ്യതിയാനത്തെ സൂചിപ്പിക്കുന്നു. ബി അന്തർദേശീയ വ്യാപാര ബന്ധങ്ങളെ സംബന്ധിക്കുന്ന നിയമമാണ്. സി ഭൂമിയുടെ ഭ്രമണ പരിക്രമണങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു. ഡി കാറ്റുകളുടെ ദിശയെ സംബന്ധിക്കുന്ന നിയമമാണ്. അപ്പോൾ ഫെറൽ നിയമം എന്ന് പറയുന്നത് കാറ്റുകളുടെ ദിശയെ സംബന്ധിക്കുന്ന നിയമമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് മേൽ ചുമത്തുന്ന കാർബൺ നികുതി ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. എ കാനഡ, ബി അമേരിക്ക, സി റഷ്യ, ഡി ന്യൂസിലാൻഡ്. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? ന്യൂസിലാൻഡ് ആണ് കാർബൺ നികുതി, അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് മേൽ കാർബൺ നികുതി ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം. ഓക്കെ, രാജ്യം. പ്രാചീന കാലത്ത് രത്നാകര എന്നറിയപ്പെടുന്ന സമുദ്രം ഏതാണ്? എ ഇന്ത്യൻ മഹാസമുദ്രം, ബി പസഫിക് സമുദ്രം, സി അറ്റ്ലാന്റിക് സമുദ്രം, ഡി ആർട്ടിക് സമുദ്രം. അപ്പോൾ ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രമാണ് പ്രാചീന കാലത്ത് രത്നാകര എന്നറിയപ്പെട്ടിരുന്നത്. സമുദ്രത്തിലെ തുല്യ ആഴമുള്ള സ്ഥലങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയെ പറയുന്ന പേര്? സമുദ്രത്തിലെ തുല്യ ആഴമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖ ഏതാണ്? എ ഐസോഹൈറ്റ്, ബി ഐസോബാത്ത്,
സി ഐസോബാർ, ഡി ഐസോതേം. ആൻസർ ബി ഐസോബാത്ത് ആണ്. എന്തിനെ? സമുദ്രത്തിലെ തുല്യ ആഴമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരക്കുന്ന രേഖയാണ് ഐസോബാത്ത്. ഉപരിതലം മുതൽ 15 to 18 കിലോമീറ്റർ മുകളിലേക്ക് വ്യാപിച്ചിരിക്കുന്ന മേഘങ്ങളും പൊടിപടലങ്ങളും നിറഞ്ഞ അന്തരീക്ഷ പാളി. ഓപ്ഷൻ എ തെർമോസ്ഫിയർ, ബി മീസോസ്ഫിയർ, സി സ്ട്രാറ്റോസ്ഫിയർ, ഡി ട്രോപ്പോസ്ഫിയർ. അപ്പോൾ ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ് അല്ലേ. നമ്മുടെ ഏറ്റവും ഭൂമിയോട് അടുത്ത് കിടക്കുന്ന പാളിയാണ് ട്രോപ്പോസ്ഫിയർ. അപ്പോൾ ആ ട്രോപ്പോസ്ഫിയർ ആണ് 15 to 18 കിലോമീറ്റർ മുകളിലേക്കുള്ളത്. 15 to 18 കിലോമീറ്റർ മുകളിലേക്ക് മേഘങ്ങളും പൊടിപടലങ്ങളും നിറഞ്ഞ അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഭൂമിയിലെ ഏറ്റവും നീളമുള്ള നദിയാണ് ചോദിക്കുന്നത്. ഏറ്റവും ജലം വഹിക്കുന്ന നദിയല്ല. ഏറ്റവും നീളമുള്ള നദി ഏതാണെന്നാണ് ചോദ്യം. എ ആമസോൺ, ബി നൈൽ, സി ഗംഗ, ഡി ബ്രഹ്മപുത്ര. ആൻസർ ബി നൈലാണ് ഭൂമിയിലെ ഏറ്റവും നീളമുള്ള നദി. ധവള വിപ്ലവം ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? എ ഗുജറാത്ത്, ബി തമിഴ്നാട്, സി കേരളം, ഡി പഞ്ചാബ്. ആൻസർ എ ഗുജറാത്ത് ആണ്. വർഗീസ് കുര്യനുമായി ബന്ധപ്പെട്ടിട്ടാണല്ലേ ധവള വിപ്ലവം ഉള്ളത്. ഓക്കെ, അപ്പോൾ ധവള വിപ്ലവം ആദ്യമായി ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്ത് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ എയർപോർട്ട് ഏത് നദിക്കരയിലാണ്? അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് ഏതാണ്? ലേ എയർപോർട്ടാണ്. അത് ഏത് നദിക്കരയിലാണെന്നാണ് ചോദ്യം. എ ഗംഗ, ബി യമുന, സി സിന്ധു, ഡി ബ്രഹ്മപുത്ര. ആൻസർ സിന്ധു നദീതീരത്താണ് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്ന വർഷം? എ 1983, ബി 1984, സി 1985, ഡി 1986. ആൻസർ സി 1985 കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖാരിഫ് വിള ഏത്? എ ഗോതമ്പ്, ബി കടുക്, സി ചോളം, ഡി പയർവർഗ്ഗങ്ങൾ. അപ്പോൾ ഖാരിഫ് വിള ഏതാണ്? ചോളമാണ്. ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതാണ്? എ പർവ്വത മണ്ണ്, ബി എക്കൽ മണ്ണ്, സി കരിമണ്ണ്, ഡി ചെമ്മണ്ണ്. അപ്പോൾ ഇതിൽ നമ്മൾ എക്കൽ മണ്ണ് എന്ന് എഴുതാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ആൻസർ പർവ്വത മണ്ണാണ് ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ്. ഇന്ത്യയിൽ റെയിൽവേ സംവിധാനം നിലവിൽ വന്ന വർഷത്തിലെ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരായിരുന്നു? എ റിപ്പൺ പ്രഭു, ബി ഹാർഡിംഗ് പ്രഭു, സി കഴ്സൺ പ്രഭു, ഡി ഡൽഹൌസി പ്രഭു. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണല്ലേ. ഡൽഹൌസി പ്രഭുവാണ് ഇന്ത്യയിൽ റെയിൽവേ സംവിധാനം നിലവിൽ വന്ന വർഷത്തിലെ ഇന്ത്യയിലെ ഗവർണർ ജനറൽ. നർമ്മദ ബച്ചാവോ ആന്തോളനുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രവർത്തക ആര്? എ വന്ദന ശിവ, ബി ആനന്ദി ശരൺ, സി മേധ പട്കർ, ഡി അരുന്ധതി റോയ്. അപ്പോൾ ആരാണ്? സി മേധ പട്കർ ആണ് നർമ്മദ ബച്ചാവോ ആന്തോളനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. നർമ്മദാ നദിയിൽ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നത്തിനെതിരെ വന്ന ഒരു സംഘടനയാണ്. സംഘടനയുടെ നേതാവാണ് മേധ പട്കർ. നർമ്മദ ബച്ചാവോ ആന്തോളനുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകയാണ് മേധ പട്കർ. ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? എ ഷിപ്കില, ബി സോജില, സി ലിപുലേഖ്, ഡി നാഥുല. അപ്പോൾ ഏത് ചുരമാണ്? സോജില ചുരമാണ് ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ഇന്ത്യയിലെ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്തിലാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി, എ ഒന്നാം പഞ്ചവത്സര പദ്ധതി, ബി മൂന്നാം പഞ്ചവത്സര പദ്ധതി, സി അഞ്ചാം പഞ്ചവത്സര പദ്ധതി, ഡി ഏഴാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അല്ലേ. ഫസ്റ്റ് 5 ഇയർ പ്ലാനിനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും വലിയ ഡാമുകൾ ബക്രാനങ്കൽ, ഹിരാകുണ്ട് എന്നിങ്ങനെ ഡാമുകളുടെ നിർമ്മാണം, അതുപോലെ കൃഷിക്കാണ് ഇമ്പോർട്ടൻ്റ് കൊടുത്തത്. കൃഷി ചെയ്യണം പറഞ്ഞാൽ എന്ത് വേണം? വെള്ളം വേണം. അതുകൊണ്ട് തന്നെ ആ സമയത്ത് എന്തും ചെയ്തിട്ടുണ്ടായിരുന്നു? ഡാമുകളും നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതിലൂടെ അതുമാത്രമല്ല ഇതിന് കറണ്ടും വേണമായിരുന്നു. അപ്പം ഇലക്ട്രിസിറ്റി നിർമ്മാണവും എല്ലാം
ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല ഏത്? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ലയാണ് ചോദിച്ചിരിക്കുന്നത്. എ എറണാകുളം, ബി തിരുവനന്തപുരം, സി കോഴിക്കോട്, ഡി കോട്ടയം. അപ്പോൾ ഇതിൽ നമ്മൾ കോട്ടയവും എറണാകുളം ഡൗട്ട് അടിക്കും. ഇതിൽ കോട്ടയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ പട്ടണമാണ് കോട്ടയം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ജില്ല ചോദിച്ചാൽ എറണാകുളമാണ് എഴുതേണ്ടത്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്? എ അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച്, ബി കോവളം ബീച്ച്, സി മുഴപ്പിലങ്ങാട് ബീച്ച്, ഡി കോഴിക്കോട് ബീച്ച്. ഇതിന് ആൻസർ അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ചാണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? എ കാസർഗോഡ്, ബി തിരുവനന്തപുരം, സി തൃശ്ശൂർ, ഡി കോട്ടയം. ആൻസർ ബി തിരുവനന്തപുരമാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? എ പാലക്കാട്, ബി ഇടുക്കി, സി ആലപ്പുഴ, ഡി വയനാട്. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. കറൻസിയുടെ ഡീവാല്യുവേഷൻ ആർക്കാണ് ഗുണം നൽകുന്നത്? കയറ്റുമതിക്കാർ, ഇറക്കുമതിക്കാർ, വൻകിട കച്ചവടക്കാർ, ഡി സാധാരണ ജനങ്ങൾ. ആർക്കാണ് കറൻസിയുടെ ഡീവാല്യുവേഷൻ ഗുണം ചെയ്യുന്നത്? കയറ്റുമതിക്കാർക്കാണ്. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? എ രണ്ടാം പഞ്ചവത്സര പദ്ധതി, ബി ഏഴാം പഞ്ചവത്സര പദ്ധതി, സി എട്ടാം പഞ്ചവത്സര പദ്ധതി, ഡി ഒമ്പതാം പഞ്ചവത്സര പദ്ധതി. ആൻസർ എന്താണ്? ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. ഘനവ്യവസായ മേഖലയുടെ പുരോഗതിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? എ ഒന്നാം പഞ്ചവത്സര പദ്ധതി, ബി രണ്ടാം പഞ്ചവത്സര പദ്ധതി, സി മൂന്നാം പഞ്ചവത്സര പദ്ധതി, ഡി നാലാം പഞ്ചവത്സര പദ്ധതി. അത് നമുക്കറിയാം, രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകിയത്. ആസൂത്രണ കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ ഉള്ള സംവിധാനം? എ സാമ്പത്തിക കേന്ദ്രീകൃത ആസൂത്രണ കമ്മീഷൻ, ബി നീതി ആയോഗ്, സി ജനകീയ ആസൂത്രണം, ഡി പഞ്ചവത്സര പദ്ധതികൾ. ആൻസർ ബി നീതി ആയോഗാണ്. അത് നമുക്കറിയാവുന്നതാണ്. വനിതാ ശാക്തീകരണം, ഇന്ത്യയുടെ ശാക്തീകരണം എന്നത് ഏത് ബാങ്കിൻ്റെ മുദ്രാവാക്യമാണ്? ഏത് ബാങ്കിൻ്റെയാണ്? എ മുദ്രാ ബാങ്ക്, ബി എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ, സി മഹിളാ ബാങ്ക്, ഡി വികസന ബാങ്ക്. വനിതാ ശാക്തീകരണം അല്ല, അപ്പോൾ മഹിളാ ബാങ്ക്. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്? ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി, രണ്ടാം പഞ്ചവത്സര പദ്ധതി, മൂന്നാം പഞ്ചവത്സര പദ്ധതി, നാലാം പഞ്ചവത്സര പദ്ധതി. ആൻസർ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. ഒന്നാം ഘട്ടം, രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാം ഘട്ടം തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ഭരണഘടനയുടെ രൂപീകരണത്തിനുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? എ രാജേന്ദ്ര പ്രസാദ്, ബി ജവഹർലാൽ നെഹ്റു, സി സർദാർ പട്ടേൽ, ബി അംബേദ്കർ. ഈ ഭരണഘടന എന്ന പേര് വരുമ്പോൾ നമ്മളെല്ലാവരും ബി ആർ അംബേദ്കർ എന്ന് കുത്തും. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കാതെ നമ്മളിത് കുത്തി വന്നാൽ നമ്മുടെ ഒരു മാർക്ക് നെഗറ്റീവിലേക്ക് പോകും. അപ്പോൾ ഭരണഘടനാ രൂപീകരണത്തിനുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ്. ആരാണ്? രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടനാ രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നത്. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി? എ 21-ാം ഭേദഗതി, ബി 24-ാം ഭേദഗതി, സി 26-ാം ഭേദഗതി, ഡി 42-ാം ഭേദഗതി. ആൻസർ 24-ാം ഭേദഗതിയാണ്. മൗലികാവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്യുന്നത് 24-ാം ഭേദഗതിയാണ്. 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? എ SSA, ബി RMSA, സി നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് സ്കീം, ഡി ICDS. ആൻസർ ICDS ആണ്. 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതി. ഭിന്നലിംഗക്കാരുടെ ആദ്യ കുടുംബശ്രീ യൂണിറ്റ് ഏതാണ്? ഭിന്നലിംഗക്കാരുടെ ആദ്യ കുടുംബശ്രീ യൂണിറ്റ്? എ കുടുംബിനി, ബി മിത്ര, സി പഞ്ചമി, ഡി മനസ്വിനി. ഏതാണ് ആൻസർ? മനസ്വിനിയാണ്.
ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം? എ ത്വക്ക്, ബി വൃക്കകൾ, സി കരള്, ഡി ഹൃദയം. ആൻസർ സി കരളാണ്. കാഴ്ചയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് ചോദിച്ചിരിക്കുന്നത്. സെറിബെല്ലം, സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്. ഏതാണ് വരിക? സെറിബ്രമാണ് കാഴ്ചയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം. ശ്വസനവാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം? എ വെളുത്ത രക്താണുക്കൾ, ബി പ്ലേറ്റ്ലെറ്റുകൾ, സി ചുവന്ന രക്താണുക്കൾ, ഡി പ്ലാസ്മ. അപ്പോൾ ഏതാണ്? ചുവന്ന രക്താണുക്കളാണ് ശ്വസനവാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം. ശരീരവേദന കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധ വിഭാഗം? എ ആൻറ്റാസിഡുകൾ, ബി അനാൽജസിക്കുകൾ, സി ആൻറ്റിസെപ്റ്റിക്കുകൾ, ഡി ആൻറ്റിപൈററ്റിക്കുകൾ. നമുക്കറിയാലോ ആൻറ്റിസെപ്റ്റിക്, പൈററ്റിക്, അനാൽജസിക്കുകൾ, ആൻറ്റാസിഡുകൾ എന്ന് പറഞ്ഞിട്ട് കുറേ ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ ആൻറ്റിബയോട്ടിക്കൊക്കെ. അപ്പോൾ അതിൽ ശരീരവേദന കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധം ഏതാണ്? അനാൽജസിക്കുകളാണ്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത്? എ കോർട്ടിസോൾ, ബി തൈമോസിൻ, സി ഇൻസുലിൻ, ഡി വാസോപ്രസിൻ. ഏതാ വരുന്നത്? തൈമോസിനാണ് യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത്. മനുഷ്യൻ്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്താണ്? യാഥാർത്ഥ്യം തലതിരിഞ്ഞത്, ബി യാഥാർത്ഥ്യം നിവർന്നത്, സി മിഥ്യ നിവർന്നത്, ഡി മിഥ്യ തലതിരിഞ്ഞത്. യാഥാർത്ഥ്യവും തലതിരിഞ്ഞതുമാണ് മനുഷ്യൻ്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത. ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന സൂക്ഷ്മജീവി? എ ഫംഗസ്, ബി ബാക്ടീരിയ, സി വൈറസ്, ഡി പ്രോട്ടോസോവ. വൈറസ് ആണ് ആതിഥേയ കോശങ്ങളിലെ ജനിതക സംവിധാനം പ്രയോജനപ്പെടുത്തുന്ന സൂക്ഷ്മജീവി. പരിസ്ഥിതി സൗഹാർദ്ദപരമല്ലാത്ത മാലിന്യ സംസ്കരണ രീതി? എ ബയോഗ്യാസ് ഉൽപ്പാദനം, ബി കത്തിക്കൽ, സി കമ്പോസ്റ്റ് നിർമ്മാണം, ഡി കാലിത്തീറ്റ നിർമ്മാണം. അപ്പോൾ ഏതാണ് വരിക? കത്തിക്കലാണ് പരിസ്ഥിതി സൗഹാർദ്ദമല്ലാത്ത മാലിന്യ സംസ്കരണത്തിന് ഉദാഹരണം. അന്തർവാഹിനിയിൽ ഇരുന്നു കൊണ്ട് ജലോപരിതലത്തിലുള്ള വസ്തുക്കളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രം ഏതാണ്? എ പെരിസ്കോപ്പ്, ബി ഗൈറോസ്കോപ്പ്, സി ടെലസ്കോപ്പ്, ഡി സ്റ്റീരിയോസ്കോപ്പ്. പെരിസ്കോപ്പാണ് അന്തർവാഹിനിയിൽ ഇരുന്നു കൊണ്ട് ജലോപരിതലത്തിലുള്ള വസ്തുക്കളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രം. ശബ്ദമലിനീകരണം അളക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് യൂണിറ്റിലാണ്? എ ഹെർട്സ്, ബി ഫാന്തസ്, സി നാനോമീറ്റർ, ഡി ഡെസിബൽ. ശബ്ദമലിനീകരണം അളക്കുന്നത് ഡെസിബലിലാണ്. ഇന്ത്യയിലെ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം? ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം? എ ആസ്ട്രോസാറ്റ്, ബി എജിയോസാറ്റ്, സി കോസ്മോസാറ്റ്, ഡി ജീസസ് 15. ഏതാണ്? ആസ്ട്രോസാറ്റ് ആണ് ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം. അടുത്ത ക്വസ്റ്റ്യൻ. സിമ്പിൾ മൈക്രോസ്കോപ്പായി ഒരു കോൺവെക്സ് ലെൻസിനെ ഉപയോഗിക്കുമ്പോൾ വലിപ്പം കൂടിയ വ്യക്തമായ പ്രതിബിംബം കാണുന്നതിന് വസ്തുവിൻ്റെ സ്ഥാനം എവിടെ ആയിരിക്കണം? എ ഫോക്കസിനും പ്രകാശകേന്ദ്രത്തിനും ഇടയിൽ, ബി ഫോക്കസിൽ, സി ഫോക്കസിനും വക്രതാ കേന്ദ്രത്തിനും ഇടയിൽ, ഡി വക്രതാ കേന്ദ്രത്തിൽ. എവിടെയായിരിക്കണം? ഫോക്കസിനും പ്രകാശകേന്ദ്രത്തിനും ഇടയിലായാലാണ് സിമ്പിൾ മൈക്രോസ്കോപ്പായി ഒരു കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുമ്പോൾ വലുപ്പം കൂടിയ വ്യക്തമായ പ്രതിബിംബം കാണുന്നതിന് വസ്തുവിൻ്റെ സ്ഥാനം എവിടെയായിരിക്കണം? ഫോക്കസിനും പ്രകാശകേന്ദ്രത്തിനും ഇടയിലായിരിക്കണം. സൂര്യപ്രകാശം 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം ഏതാണ്? എ പ്രകീർണനം, ബി വികിരണം, സി പ്രതിഫലനം, ഡി അപവർത്തനം. ആൻസർ പ്രകീർണനമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലുപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? എ ആങ്സ്ട്രൺ, ബി ന്യൂട്ടൺ, സി വെബർ, ഡി ഫെർമി. ആൻസർ ഫെർമി ആണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലുപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. മീഥേൻ എന്ന വാതകത്തിന് സംബന്ധിച്ച് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? എ ബയോഗ്യാസിലെ മുഖ്യ ഘടകം, ബി പാചകവാതകങ്ങളിലെ പ്രധാന ഘടകം, സി മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകം, ഡി
പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം. അപ്പോൾ ഇതിൽ യോജിക്കാത്ത പ്രസ്താവനയെ ചോദിച്ചിരിക്കുന്നത്, മീഥേൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന, അതായത് തെറ്റായ പ്രസ്താവനയെ ചോദിച്ചിരിക്കുന്നത് അത് പാചകവാതകത്തിലെ പ്രധാന ഘടകം എന്നതാണ്. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏത്? എ പൊട്ടാസ്യം ക്ലോറൈഡ്, ബി പൊട്ടാസ്യം സൾഫേറ്റ്, സി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ഡി പൊട്ടാസ്യം ബ്രോമൈഡ്. ആൻസർ എന്താണ്? സി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സംക്രമണ മൂലകം ഏത്? എ ഹൈഡ്രജൻ, ബി മാംഗനീസ്, സി ഫ്ലോറിൻ, ഡി ആർഗൺ. അപ്പോൾ ഏതാണ് വരുന്നത്? മാംഗനീസ് ആണ് സംക്രമണ മൂലകം. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ഒരു മൂലകം ഏതാണ്? എ ഫോസ്ഫറസ്, ബി ഗാലിയം, സി ബേറിയം, ഡി സോഡിയം. ഏതാണ്? സോഡിയം ആണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ഒരു മൂലകം. ഏത് വാതകങ്ങളാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമായിട്ടുള്ളത്? എ അമോണിയയും ഓസോണും, ബി കാർബൺ മോണോക്സൈഡും സൾഫർ ഡയോക്സൈഡും, ഡി കാർബൺ ടെട്രാഫ്ലൂറൈഡും നൈട്രസ് ഓക്സൈഡും, ഡി കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും. അപ്പോൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമായിട്ടുള്ള ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡും മീഥേനുമാണ്. വാൽക്കനൈസേഷൻ പ്രവർത്തനത്തിൽ റബ്ബറിനോടൊപ്പം ചേർക്കുന്ന പദാർത്ഥം ഏതാണ്? എ ഫോസ്ഫറസ്, ബി സൾഫർ, സി പൊട്ടാസ്യം, ഡി കാൽസ്യം. ആൻസർ ബി സൾഫർ ആണ് വാൽക്കനൈസേഷൻ പ്രവർത്തനത്തിൽ റബ്ബറിനോടൊപ്പം ചേർക്കുന്നത്. അടുത്ത് നമുക്ക് കുറച്ച് മാത്സ് ആണ്. 400-നും 1100-നും ഇടയ്ക്ക് 6ൻ്റെ എത്ര ഗുണിതങ്ങളുണ്ട്? 400-നും 1100-നും ഇടയ്ക്ക് 6ൻ്റെ എത്ര ഗുണിതങ്ങളുണ്ട്? എ 117, ബി 116, സി 115, ഡി 118. 118 ആണ് കേട്ടോ, 118. അപ്പം എത്രയാണ്? അപ്പോൾ ഇത് നമുക്ക് കണ്ടെത്താൻ ഈസി ആയിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ആദ്യം ഇവർ 400 പറയുന്നത്. 400-ൽ എത്ര ഗുണിതം വരും നോക്കാം. 400 ഹരിക്കണം 6 ചെയ്താൽ നമുക്ക് 66 എന്ന് കിട്ടും. എത്ര കിട്ടും? 66 എന്ന് കിട്ടും. 400-നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 66 എന്ന് കിട്ടി. അതുപോലെ പിന്നെയുള്ള എത്രയാണ്? 110 അല്ല, 110-നെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 100 അല്ല, 1100-നെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 183 എന്ന് കിട്ടും. 183 എന്ന് കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് 400-നെ ഹരിച്ചപ്പോൾ കിട്ടിയ 66, ഒരു മിനിറ്റ്, 400-നെ ഹരിച്ചപ്പോൾ കിട്ടിയ 66, അതിനുശേഷം 1100-നെ ഹരിച്ചപ്പോൾ കിട്ടിയത് എത്രയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? 183 ആണ്. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ കിട്ടുന്ന എത്രയായിരിക്കാം? 117. ഇതാണ് 400-നും 1100-നും ഇടയിൽ ഉള്ള 6ൻ്റെ ഗുണിതങ്ങൾ. 117 എളുപ്പമാണ്. 400-നെ 6 കൊണ്ട് ഹരിക്കുക, അതുപോലെ 1100-നെ 6 കൊണ്ട് ഹരിക്കുക. അപ്പോൾ കിട്ടുന്ന 1100-നെ ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യയിൽ നിന്ന് 400-നെ ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ കുറച്ചാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളുടെ തുക കാണുക. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളുടെ തുക കാണുക എന്നാണ്. ഏതൊക്കെയാണ് സംഖ്യ ഇവർ പറയുന്നത്? 13.07, 21, പിന്നെ 21, 0.3, 1.25, 0.137, 26.546 ഇവയുടെ തുക കാണാനാണ് പറയുന്നത്. ഇവയിലുള്ള ഈ ഇതിനൊക്കെ കൂട്ടി പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 61 എന്ന് കിട്ടും. അതുപോലെ ബാക്കി പോയിന്റിന് ശേഷമുള്ള സംഖ്യേനെയും അതുപോലെ കൂട്ടി എഴുതുക. പക്ഷേ അതായത് സ്ഥാനം നോക്കി എഴുതണം. 07, അതുപോലെ 03, 25, 137 എഴുതുമ്പോൾ 137, ഈ 7 ഇപ്പുറത്തേക്ക് പോകണം. അതുപോലെ 5, 4, 6 ഇങ്ങനെ വേണം എഴുതാൻ. അപ്പോൾ ഇവിടെ 3 എന്ന് കിട്ടും. 7, 3, 3 എന്ന് കിട്ടും. അങ്ങനെ നമ്മൾ ചെയ്ത് നോക്കി നമുക്ക് എത്ര കിട്ടും? 62.303 എന്ന ആൻസർ ചെയ്യും. നമുക്ക് ഇതിൽ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് എനിക്കിത് കറക്റ്റായി എഴുതാൻ കഴിയാത്തത്. ഓക്കെ, നിങ്ങളത് നോട്ടിൽ ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ആൻസർ എത്ര വരികയെന്ന് ചോദിച്ചാൽ 62.303 ആണ്. 62.303 ആണ് ഏതിൻ്റെ ആൻസർ? താഴേക്ക് അടുത്തിട്ടുള്ള സംഖ്യകളുടെ തുക കാണുക എന്നതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യയിൽ നിന്ന് 12ൻ്റെ ഗുണിതം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക്
കണ്ടുപിടിക്കാൻ ഏകദേശം എളുപ്പമാണ് അല്ലേ. 12ൻ്റെ ഗുണിതം ഏതാ വരിക? ഒന്നാമത്തേതാണ് വരിക. കാരണം ബാക്കിയുള്ളതിലൊക്കെ 12ൻ്റെ ഗുണിതം വരിക ഒന്നാമതാണ് വരിക. 3816 3816 എന്നാണ് വരിക. ബാക്കിയുള്ളതിൻ്റെ ഒക്കെ ലാസ്റ്റ് വരുന്നത് ഒറ്റ സംഖ്യകളല്ലേ. 12ൻ്റെ ഗുണിതത്തിൽ ഒറ്റ സംഖ്യ വരുമോ? 2 4 6 എന്ന് പറഞ്ഞാൽ വരിക. അപ്പോൾ ഈ ഒറ്റ സംഖ്യകൾ വന്നതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഓപ്ഷൻ എ എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, 20.009 എത്ര കൂട്ടിയാൽ 50 കിട്ടും? 20.009 എത്ര കൂട്ടിയാലാണ് 50 കിട്ടുക? അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്ക് 20.009 എത്ര കൂട്ടിയാൽ 50 കിട്ടുമെന്ന് കണ്ടെത്താൻ ഒന്നില്ലെങ്കിൽ 50 20.009 കുറയ്ക്കുക. അല്ലാതെ 50 20 കുറച്ച് പറഞ്ഞാൽ എത്ര കിട്ടും? 30 കിട്ടും. ആ 30 0.009 അപ്പോൾ 29 പോയിൻ്റ് എന്നിട്ട് ബാക്കി കുറച്ച് പറഞ്ഞാൽ എത്ര കിട്ടും? നമ്മൾ അങ്ങോട്ട് കടം കൊടുക്കുമല്ലോ. അപ്പോൾ 29 പോയിൻ്റ് ഇവിടെ 9 10 എന്ന് വരും അല്ലേ. അതിൽ നിന്ന് 0.09 കുറയ്ക്കുമ്പോൾ 199.92 അതായത് 29.991 എന്ന ആൻസർ കിട്ടും. നമ്മൾ 50 നിന്ന് 20.009 കുറച്ച് പറഞ്ഞാൽ വേഗം ആൻസർ കിട്ടും. അതായിരിക്കും എളുപ്പം. പക്ഷേ പോയിന്റിന് ശേഷം എത്രയൊക്കെ ഇടണം എന്ന് ഓർക്കുക. ഇവിടെ 2 0 കഴിഞ്ഞിട്ടാണ് 9 വരുന്നത്. 1 0 കഴിഞ്ഞിട്ടാണെങ്കിലാണ് 0.9. ഈ പോയിന്റ് ശ്രദ്ധിക്കണം. ഇവിടെ 2 0 കഴിഞ്ഞതിന് ശേഷം 9 3 പോയിൻ്റാണ്. പോയിന്റിന് ശേഷം 3 സംഖ്യകളാണ് വരുന്നത്. അതുപോലെ ആൻസറിലും പോയിന്റിന് ശേഷം 3 സംഖ്യകൾ വരണം. അതൊന്ന് ശ്രദ്ധിക്കുക. അല്ല പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടിയാലും ആൻസർ തെറ്റിപ്പോകാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അരയ്ക്കും 1/2നും 1/3നും ഇടയ്ക്കുള്ള സംഖ്യ എത്രയാണ് എന്നാണ് ചോദ്യം. 1/2നും 1/3നും ഇടയ്ക്കുള്ള സംഖ്യ ചോദിച്ചിരിക്കണം. നമുക്ക് ഇത് ഈസിയിൽ കണ്ടെത്തുവാനും വേണ്ടിയിട്ട് 1/2 പറഞ്ഞാൽ 0.5 ആണ് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ 1/3 വരുമ്പോൾ എത്ര വരും? 0.33 വരും. 0.33 വരും. 0.5 വരും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 3D 5ൻ്റെ ഇടയിൽ വരുമ്പോൾ 4 വരാം. അങ്ങനെ പല സംഖ്യകൾ വരും. അപ്പോൾ 1/4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1/4 എത്രയാണ് വരിക? 2.5 0.25 ആണ് അല്ലേ വരിക. 0.25 ആണ് വരിക. 2/5ൻ്റെ ആൻസർ വരുന്നത് 4.4 എന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഡി ആണ് ആൻസർ വരിക. അപ്പോൾ നമ്മൾ 1/2 പറയുമ്പോൾ 0.5, 1/3 വരുമ്പോൾ 0.333 വരും. അപ്പോൾ ഇതിൻ്റെ രണ്ടിന് 0.3യുടെയും 0.5ൻ്റെയും ഇടയിൽ വരുന്നത് 0.4 ആണ്. അത് വരുന്നത് 2/5 ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, 4 കുട്ടികളുടെ ശരാശരി വയസ്സ് 7. അഞ്ചാമതൊരു കുട്ടി കൂടി ചേർന്നപ്പോൾ ശരാശരി 6 വയസ്സായി. അപ്പോൾ 4 കുട്ടികളുടെ ശരാശരി വയസ്സ് എത്രയാണ് പറഞ്ഞത്? 4 കുട്ടികളുടെ ശരാശരി വയസ്സ് പറഞ്ഞത് 7 ആണ്. അപ്പോൾ 4 × 7 എത്ര വരിക? അപ്പോൾ 4 7 എത്രയാണ് വരിക? 28 ആണ്. അപ്പോൾ അഞ്ചാമതൊരു കുട്ടി കൂടി ചേർന്നപ്പോൾ ശരാശരി 6 ആയി എന്ന് പറഞ്ഞു. അപ്പോൾ 4 കുട്ടികൾ 5 കുട്ടികളായി. 6 എത്ര വരുന്നത്? 30 ആണ് വരുന്നത്. അപ്പോൾ 30 - 28 ചെയ്താൽ നമുക്ക് പുതുതായി വന്ന കുട്ടിയുടെ വയസ്സ് അറിയാൻ പറ്റും. അപ്പോൾ ആൻസർ എത്ര വരിക? 2 ആണ് വരിക. എളുപ്പത്തിൽ പറയാം. ആദ്യം 4 × 7 ചെയ്ത് പറഞ്ഞാൽ ആ 4 കുട്ടികളുടെ വയസ്സിൻ്റെ തുക കിട്ടും. അഞ്ചാമത്തെ കുട്ടി വന്നപ്പോൾ ശരാശരി എത്രയായി എന്നാണ് നമ്മൾ പറഞ്ഞത്? 6 ആയി എന്ന് പറഞ്ഞു. അപ്പോൾ 5 × 6 ചെയ്താൽ ഇവരുടെ തുക കിട്ടും. ഈ 5 കുട്ടികളുടെ തുക കിട്ടും. ആദ്യം ചെയ്തപ്പോൾ 4 കുട്ടികളുടെ തുക കിട്ടി. രണ്ടാമത്തെ കൂട്ടിയപ്പോൾ 5 കുട്ടികളുടെ തുക കിട്ടി. അപ്പോൾ 5 കുട്ടികളുടെ തുകയിൽ നിന്ന് 4 കുട്ടികളുടെ തുക മൈനസ് ചെയ്തപ്പോൾ നമുക്ക് ഈ വന്ന കുട്ടിയുടെ വയസ്സായ 2 എന്ന ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിനെ തുടർച്ചയായി 20%, 10%, 25% എന്ന ഡിസ്കൗണ്ട് അനുവദിച്ചാൽ ആകെ ഡിസ്കൗണ്ട് തുക എത്ര ശതമാനം എന്നാണ് ചോദ്യം. അതിന് നമ്മൾ ആദ്യം 100% എന്നെടുക്കാം. 100%ൻ്റെ 20% കുറച്ച് പറഞ്ഞാൽ നമുക്ക് 80 എന്ന് കിട്ടും. 80%ൻ്റെ 10% വീണ്ടും കമ്മിയാക്കുക. അപ്പോൾ 80%ൻ്റെ 10% എത്ര വരിക? 8 ആണ് വരിക അല്ല. അപ്പോൾ 72 എന്ന് കിട്ടും. 72ൻ്റെ 25% കാണുക. അങ്ങനെ നോക്കുകയാണെന്ന് പറഞ്ഞാൽ 72ൻ്റെ 25% എത്ര വരും?
18 വരും. അപ്പോൾ 72 18 കുറച്ച് പറഞ്ഞാൽ എത്ര കിട്ടും? 54 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് എത്തി നിൽക്കുന്നത് തുക എന്ന് പറയുന്നത് 54-ലാണ്. അപ്പോൾ ഈ 54 രൂപയാണ് നമ്മൾ ആ സാധനത്തിന് കൊടുക്കേണ്ടത്. 100 രൂപയുള്ള സാധനത്തിന് നമ്മൾ കൊടുക്കേണ്ട തുക എത്രയാണ്? 54-ആണ്. അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? 100-ൽ നിന്ന് 54 കുറച്ചാൽ 100-ൽ നിന്ന് 54 കുറച്ചാൽ എത്ര കിട്ടും? 46 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയിരിക്കുന്നത് 46%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സൈക്കിൾ 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് എടുത്തത് 25 മിനിറ്റാണ്. അപ്പോൾ 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഏകദേശം എത്ര എടുത്തിട്ടുണ്ടാവും? 5 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും എന്ന് കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ ഈ വേഗത്തിൽ 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ, അപ്പോൾ 3 കിലോമീറ്റർ സഞ്ചരിക്കാൻ അവർ എത്ര എടുത്തിട്ടുണ്ടാവും? 15 എടുത്തിട്ടുണ്ടാവും അല്ലേ? 15 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. പിന്നെ എത്ര വരുന്നത്? 0.5 ആണ്. അപ്പോൾ ഒരു കിലോമീറ്റർ സഞ്ചരിക്കാൻ 5 അല്ലേ? അപ്പോൾ 5ൻ്റെ പകുതി അതാണ് 0.5. എത്ര വരും? 2.5 എന്ന് വരും. അപ്പോൾ എത്ര കിട്ടും? 0.5 + 15 ചെയ്ത് പറഞ്ഞാൽ 70.5 ആണ് ആൻസർ വരിക. ഒരു സൈക്കിൾ 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 25 മിനിറ്റ് എടുത്താൽ 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര മിനിറ്റ് എടുക്കും? 5 മിനിറ്റ് എടുക്കും. ഇതേ വേഗതയിൽ 3.5. അപ്പം 3 കിലോമീറ്റർ സഞ്ചരിക്കാൻ 5 × 3 15.5. 1ൻ്റെ പകുതി എടുക്കുക. അപ്പോൾ എത്രയാണ്? 5 കിലോമീറ്ററിൻ്റെ പകുതി 2.5. അത് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 17.5 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്ലസ് എന്നാൽ ഗുണനവും അതുപോലെ മൈനസ് എന്നാൽ പ്ലസും ആയാൽ തുക എത്ര? ഇത് വളരെ ഈസിയിൽ ചെയ്യാവുന്നതാണ്. പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഗുണനമാണ്. പ്ലസ് എന്നാൽ 14 പ്ലസ് എന്നാൽ ഗുണനവും മൈനസ് എന്നാൽ എത്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്? പ്ലസും ആയാൽ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരിക? 46 വരിക. 46 ആൻസർ വരിക. അപ്പോൾ 14 × 3 ചെയ്താൽ 42 ആയിക്കൂടെ 4 ആഡ് ചെയ്യുക. 4 ആഡ് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 46 എന്ന ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. ശരിയായ ഗണിത ചിഹ്നങ്ങൾ തിരഞ്ഞെടുത്ത് സമവാക്യം പൂരിപ്പിക്കുക. അപ്പോൾ ഇത് വളരെ ഈസിയുള്ള ക്വസ്റ്റ്യനാണ്. ഇതിന് ഒരുപാട് ആലോചിക്കേണ്ട. 6 എന്നാണ് തന്നിരിക്കുന്നത്. സമവാക്യം പൂരിപ്പിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ മുഴുവനായി എഴുതിയിട്ടില്ല. അതായത് 30 എന്നുണ്ട് കേട്ടോ. 6 ഇതാണ് ക്വസ്റ്റ്യൻ. 6 പിന്നെ 30 = 30. ഇതിനാണ് നമ്മൾ എന്തെടുത്തുണ്ട്? ഗണിത ചിഹ്നങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ 6 36 -6 ചെയ്താൽ 30 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ആൻസർ വരിക. ആൻസർ ബി ആണ് വരിക. ക്വസ്റ്റ്യൻ എഴുതിയതിൽ ചെറിയ മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോൾ =30 എന്ന് കൂടി ഉണ്ട്. അപ്പോൾ അതിട്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിങ്ങനെ ഒരു ശ്രേണി തരുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ അതിനെ എഴുതി നോക്കണം. ഇവിടെ നോക്കിയാൽ 12 ഉണ്ട്, 6 24 12 48 24. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ 2 24 വന്ന്, ഇവിടെ 2 12 വന്ന് വിചാരിക്കും. അപ്പോൾ അതിന് 2 ആക്കി എഴുതാം. ആദ്യം 12 ഇവിടെ എഴുതി, 6 നമുക്ക് താഴെ എഴുതാം. 12-ന് ശേഷം 24 എഴുതി. അതിന് ശേഷം അടുത്ത 12 ഇവിടെ താഴെ എഴുതാം. പിന്നെ 48 എഴുതി, 24 എഴുതാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? 12ൻ്റെ ഇരട്ടിയാണ് 24, അതിൻ്റെ ഇരട്ടിയാണ് 48. 6ൻ്റെ ഇരട്ടി 12, 12ൻ്റെ ഇരട്ടി 24. അപ്പോൾ അടുത്ത സംഖ്യ എത്ര വരേണ്ടത്? 48ൻ്റെ ഇരട്ടിയാണ് വരേണ്ടത്. 48ൻ്റെ ഇരട്ടി എത്രയാണ്? 96. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ പരമാവധി സമയം പോകുന്നതാണ്. അപ്പോൾ ഇടയിൽ ആദ്യം നിങ്ങൾ ഒന്നിങ്ങനെ എഴുതി നോക്കുക, ഇങ്ങനെ വല്ല വ്യത്യാസം ഉണ്ടോയെന്ന്. 2 ശ്രേണിയാണോ എന്ന് ചിന്തിക്കുക. ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കോഡ് ഭാഷയിൽ പോലീസ് എന്ന വാക്കിന് OMIEXY എന്ന കോഡ് ചെയ്യാമെങ്കിൽ ലേബർ എന്ന വാക്കിന് എന്ത് എഴുതും എന്നതാണ് ക്വസ്റ്റ്യൻ. പോലീസ് എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. പോലീസ് എന്ന് പറയുമ്പോൾ POLICE എന്ന് എഴുതി. അതെങ്ങനെ വന്നിരിക്കണം? OMIEXY എന്ന് വന്നിരിക്കുന്നത്. OP ആണ്. OP വരുമ്പോൾ -1 വന്നു. MO ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ LMNO ആണ്. അപ്പോൾ MNO. അപ്പോൾ ഇവിടെ എത്ര വന്നിരിക്കുന്നത്? ഇവിടെ -1 ആണെങ്കിൽ ഇവിടെ -2 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ I കഴിഞ്ഞിട്ട് IJKL. അപ്പോൾ എത്ര വന്നിട്ടുണ്ട്? IJK കഴിഞ്ഞിട്ട് L വരുമ്പോൾ ഇവിടെ 3 വന്നിട്ടുണ്ട്. അങ്ങനെ -3 -4 എന്നതാണ് ഇതിൽ വരുന്നത് നമ്മൾ മനസ്സിലായി.
അതുപോലെ ലേബർ എന്ന വാക്കിനെയും എടുത്താൽ, അപ്പോൾ ലേബറിൻ്റെ എല്ലിൻ്റെ ബാക്കിലേക്ക് 1 പോയി എത്ര വരിക? KL എന്നല്ല വരിക, HIJKL എന്ന് വരിക. അപ്പോൾ ഫസ്റ്റ് K വരുന്നത് ഏതുണ്ട്? ഈ 2 എണ്ണത്തിലാണ് K വരുന്നത്. പിന്നെ എയുടെ ബാക്കിലേക്ക് 2 വാക്ക് എന്ന് പറയുമ്പോൾ എന്ത് വരും? XYZ. അപ്പോൾ Y ആണ് വരിക. അപ്പോൾ Y വന്നിരിക്കുന്നത് എത്രയാണ്? ഫസ്റ്റത്തേൽ. ബാക്കിയുള്ളതിലൊന്നും ഈ മൂന്നാമത്തെ C എന്നുള്ള ഓപ്ഷനിൽ Y ഇല്ല. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഏത് എഴുതാം? ഓപ്ഷൻ A എന്നുള്ളത് ആൻസർ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. ചെമ്പ്, അൽനിക്കോ, അലുമിനിയം, ഇരുമ്പ്. അപ്പോൾ നമുക്കറിയാം അൽനിക്കോ ആണ്, അത് ലോഹസങ്കരമാണ് അല്ലേ? അൽനിക്കോ എന്നുള്ളത് എന്താണ്? ഒരു ലോഹസങ്കരമാണ്. അപ്പോൾ അതിൽ ഒരുപാട് ആലോചിക്കാനില്ല. അടുത്ത ക്വസ്റ്റ്യൻ, 4 കൊല്ലം മുമ്പ് അമ്മയ്ക്ക് മകളുടെ 3 ഇരട്ടി വയസ്സാണ്. അപ്പോൾ മകൾക്ക് X എന്നാണ് പറഞ്ഞാൽ അമ്മയ്ക്ക് 3X വയസ്സാണ്. 6 കൊല്ലം കഴിഞ്ഞ് പറഞ്ഞാൽ അമ്മയുടെ വയസ്സ് എത്രയാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഇരട്ടി വയസ്സാവും എന്നാണ് ചോദിച്ചിട്ട്. മകളുടെ ഇരട്ടി വയസ്സാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇങ്ങനത്തെ കണക്കുകൾ പരമാവധി ഓപ്ഷൻ ഇട്ടിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരുപാട് ഓപ്ഷൻ ഇടണില്ല, ഇതിൽ ശരിയായ ഓപ്ഷൻ ഇട്ടിട്ട് മാത്രം ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പം നമുക്ക് ഇതിൽ പരമാവധി നമ്മൾ ചെയ്യുമ്പോൾ അതിന് ഏറ്റവും ചെറിയ സംഖ്യ ആദ്യം എടുത്ത് ചെയ്യാം. അപ്പോൾ അതാവുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം മാച്ച് ആയിട്ടുള്ള ഒരു സംഖ്യ നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കിട്ടും. ഇപ്പോൾ നമ്മൾ 14 ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് വെച്ചോ. അപ്പോൾ 4 കൊല്ലം മുമ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ 14 നിന്ന് 4 പോയ 4 കൊല്ലം മുമ്പ് മകളുടെ വയസ്സ് എന്ന് പറയുന്നത് 10 വയസ്സാണ്. അപ്പോൾ അമ്മയുടെ വയസ്സ് എത്രയാവും? 30 വയസ്സാവും. 3 ഇരട്ടി വയസ്സാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ 14ലേക്ക് തന്നെ വന്നു എന്ന് വെച്ചോ. അതിന് ശേഷം എന്താ പറയുന്നത്? 6 കൊല്ലം കഴിഞ്ഞാൽ എന്താവും? 6 കൊല്ലം കഴിഞ്ഞാൽ ഇപ്പം അമ്മയ്ക്ക് വയസ്സ് എത്രയാണ് വരുന്നത്? 34 വയസ്സ്. അപ്പോൾ ഇപ്പോൾ സ്റ്റില്ലുള്ള വയസ്സ് വയസ്സ് വന്നതിന് ശേഷമാണ് വീണ്ടും നമ്മൾ 6 കണക്കാക്കേണ്ടത്. 4 കൊല്ലം മുമ്പ് എന്ന് പറയുമ്പോൾ മകൾക്ക് 10 വയസ്സ്, അമ്മയ്ക്ക് 30 വയസ്സ്. ഇപ്പോൾ വീണ്ടും അതേ ഭാഗത്തേക്ക് വരുമ്പോൾ മകൾക്ക് 14 വയസ്സ്, അമ്മയ്ക്ക് 34 വയസ്സ്. വീണ്ടും 6 കൊല്ലം വരുമ്പോൾ എങ്ങനെ വരും? 14 കൂടെ 6 കൂട്ടി പറഞ്ഞാൽ 20 വയസ്സ്. മകൾക്ക് 20 വയസ്സ് വരും, അമ്മയ്ക്ക് 40 വയസ്സ് വരും. അപ്പോൾ ഇതേ ഇൻറ്റു ഇതിൻ്റെ 3 ഇരട്ടിയാണ് ഇത് എന്ന് കിട്ടി. അതുപോലെ 20ൻ്റെ 2 ഇരട്ടിയാണ് 40. ഇങ്ങനെ ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ ആൻസർ കണ്ടെത്താം. അല്ലാതെ ഇക്വേഷൻസ് ഇട്ട് കണ്ടെത്താം. ശരിക്കും പറഞ്ഞാൽ അതിനേക്കാളും എളുപ്പമായിട്ട് നമുക്ക് തോന്നുന്നത് ഇതാണ്. ഏതെങ്കിലും ഒരു സംഖ്യ, നമ്മൾ ചെറിയ സംഖ്യ പരമാവധി എടുത്ത് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനോട് അടുത്തൊരു സംഖ്യ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഓപ്ഷൻ ഇട്ട് ചെയ്യുന്നതാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് നല്ലത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ബെറ്റർ എന്ന് തോന്നുന്നു അതുപോലെ ചെയ്യാം. അപ്പോൾ മകളുടെ വയസ്സ് എത്രയാണ്? മകളുടെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത്. മകളുടെ ഇന്നത്തെ വയസ്സ് എന്ന് പറയുന്നത് 14 വയസ്സാണ്. 4 കൊല്ലം മുമ്പ് 10 വയസ്സ്, 6 കൊല്ലത്തിന് ശേഷം മകളുടെ വയസ്സ് വരുന്നത് 20 വയസ്സാണ്. അടുത്തത്, 40 കുട്ടികളുള്ള ക്ലാസ്സിൽ അജയുടെ റാങ്ക് മുന്നിൽ നിന്ന് 19 ആണ്. അപ്പോൾ കുട്ടികൾ എത്രയാണ്? 40. അജയുടെ റാങ്ക് എത്ര വരുന്നത്? മുന്നിൽ നിന്ന് 19 ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് 40ൽ നിന്ന് 19 കുറച്ച് പറഞ്ഞാൽ എത്ര കിട്ടും? 21 എന്ന് കിട്ടും. എങ്കിൽ പിന്നിൽ നിന്ന് എന്നാണ് പറഞ്ഞത്. പിന്നിൽ നിന്ന് കാണിക്കുമ്പോൾ പിന്നിൽ നിന്ന് എത്രാമത്തെയാണെന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 40ൽ നിന്ന് 19 കുറച്ചപ്പോൾ നമുക്ക് 21 എന്ന് കിട്ടി. അപ്പോൾ പിന്നിൽ നിന്ന് എത്രാമത്തെ സ്ഥാനമാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ 19ാമത്തെ ആൾ അജയ് ആണല്ലോ, ആ ഒരാളിനെയും കൂടി നമ്മൾ ഇതിലേക്ക് കൂട്ടുക. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 22 എന്ന് കിട്ടും. ഒന്നുകൂടെ ഞാൻ പറയാം. 40 കുട്ടികളാണുള്ളത്. എത്ര കുട്ടികളാണ് ഉള്ളത്? 40 കുട്ടികളാണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞു. 19ാമത്തെ റാങ്കാണ് അജയുടെ. ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? 19ൽ നിന്ന് 1 കുറച്ചതിന് ശേഷം 40ൽ നിന്ന് 18 കുറയ്ക്കാം. 19ൽ നിന്ന് 1 കുറച്ച് 40ൽ നിന്ന് 18 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 22 എന്നുള്ള ആൻസർ കറക്റ്റായി കിട്ടും. അല്ല പറഞ്ഞാൽ 40ൽ നിന്ന് 19 കുറച്ചതിന് ശേഷം അതിൽ കൂടെ 1 ആഡ് ചെയ്യാം. 1 ആഡ് ചെയ്താലും നമുക്ക് ആൻസർ 22 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റിവിഷൻ എന്ന് പറയുന്നത്. ഇതിലത്തെ ഒരുവിധം എന്നല്ല, ഇതിലത്തെ എല്ലാ ക്വസ്റ്റ്യനും
പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറത്തെ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് പരമാവധി തെറ്റ് വരാനുള്ള സാധ്യതയില്ല. ഇങ്ങനെ തെറ്റ് വന്നിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് പറഞ്ഞാൽ നമ്മൾ അത് തിരുത്തി തരുന്നതായിരിക്കാം. കാരണം പരമാവധി തെറ്റ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് GK ക്വസ്റ്റ്യൻസ് മാത്രമാണ് പുതിയതായി വന്നത് എടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഓൾഡ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായിട്ട് വരുന്നതായിരിക്കാം. ബൈ.